ചത്ത പച്ച എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. WWE ബേസ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ മലയാള സിനിമയാണ് ചത്ത പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ തുടങ്ങിയ ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട്. അതുപോലെ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. ലാലേട്ടൻ്റെ അനന്തരവനായ അദ്വൈത നായരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. കേരളത്തിലെ DQവിൻ്റെ വേഫാറർ ഫിലിംസാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. അടുത്ത വർഷം ജനുവരിയിലാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എറണാകുളത്ത് വിജയ് ഫാൻസ് ജനനായകൻ സിനിമയുടെ ഫാൻ ഷോ ടിക്കറ്റുകളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 9-നാണ് ജനനായകൻ സിനിമയുടെ റിലീസ്. രഞ്ജിത്തിൻ്റെ ആരോ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. ശ്യാമപ്രസാദും മഞ്ജു വാര്യരും അസീസ് നെടുമങ്ങാടുമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലെ പ്രധാന താരങ്ങൾ. പ്രണവ് മോഹൻലാലിൻ്റെ DSR സിനിമയുടെ പ്രീമിയർ ഷോ അടക്കമുള്ള കേരള കളക്ഷൻ ആദ്യ ദിവസം 3,85,00,000 പ്രീമിയർ ഷോ അടക്കമുള്ള സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 11,63,00,000. രണ്ടാം ദിവസം ആകുമ്പോഴേക്കും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 25 കോടിക്ക് അടുത്തുണ്ടാവും. ഓപ്പണിംഗ് വീക്കെൻഡിൽ സിനിമ 38 കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ ഉറപ്പിച്ചിട്ടുമുണ്ട്. മൂന്നാം ദിവസം സിനിമയുടെ പ്രീസെയിലും വലിയൊരു തുകയാണ് വരുന്നത്. ഷറഫുദ്ദീൻ്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ കേരളത്തിൽ 10 കോടിയോളം രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 16 കോടിയോളമായിട്ടുണ്ട്. SRKയുടെ പുതിയ ചിത്രമായ കിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. അനിരുദ്ധാണ് ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിദ്ധാർത്ഥാനന്ദാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. വിലായത്ത് ബുദ്ധ സിനിമയുടെ പ്രൊമോ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. വിലായത്ത് ബുദ്ധ സിനിമ നവംബർ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്.